എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന വിഷയം ഇപ്പോൾ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ എന്നാണ്. പലർക്കും അറിയില്ല എനിക്ക് കണ്ടകശനിയാണോ, ഏഴര ശനിയാണോ, ജന്മശനിയാണോ, അഷ്ടമശനിയാണോ എന്ന് പലരും അറിയാത്ത പലരും ഉണ്ടാവും. ചിലവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് ജ്യോത്സ്യന്മാരുടെ വീഡിയോ ഒക്കെ വരുന്നത് കൊണ്ട് ചിലവർക്ക് അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്നാലും പലർക്കും ഇത് അറിയാത്തവരും കാണും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ എന്റെ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ഷെയറൊക്കെ ചെയ്താൽ എന്റെ ഈ ചാനലിന് അത് വലിയ ഗുണകരമായി മാറും. അപ്പോ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അതാണ് ഇപ്പൊ നമ്മുടെ വിഷയം. അപ്പൊ ജനിച്ച കൂറിന്റെ 4, 7, 10 ഈ ഭാഗത്ത് ശനി വരുന്ന സമയമാണ് കണ്ടകശനി സമയം എന്ന് പറയുന്നത്. അതായത് 4, 7, 10 കണ്ടകസ്ഥാനമാണ്. അപ്പൊ കണ്ടകസ്ഥാനത്ത് ശനി വരുമ്പോൾ അതിനെ കണ്ടകശനി എന്ന് വിളിക്കും. അതാണ് ശരി, മനസ്സിലായോ? അതായത് ജനിച്ച കൂറിന്റെ 4, 7, 10 ഈ സ്ഥാനത്ത് ശനി വരും. അപ്പൊ 4, 7, 10 എന്ന് പറഞ്ഞ കണ്ടകസ്ഥാനം. അതുകൊണ്ടാണ് കണ്ടകശനി എന്ന് പറയുന്നത്. അപ്പോ ഈ കണ്ടകസ്ഥാനത്ത് ശനി വന്നാൽ നമുക്ക് പല വിധത്തിൽ ചിലർ പറയും കണ്ടകശനി കൊണ്ടേ പോകുന്നു, കണ്ടകശനി കൊണ്ടേ പോകുന്നു ചില ചൊല്ലുണ്ട്. കണ്ടകശനി നമ്മളെ കൊണ്ടൊന്നും പോകില്ല, പക്ഷെ നമ്മളിൽ നിന്ന് പലതും ശനി അപഹരിക്കും. അതാണ് കാണുന്നത്. ഈ ശനി എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ചിലവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശനി ഇന്നാളൊരു ശനി കഴിഞ്ഞാൽ വീണ്ടും ഇതാ വേറൊരു ശനി. അവൻ ഒരു ജാതകന്, അതായത് ഒരാൾക്ക് പല പ്രാവശ്യം ശനി വരും. അതായത് ഏഴര ശനി വരും. ഏഴര ശനി വന്നാൽ 7.5 കൊല്ലമാണ്. കണ്ടകശനി വന്നാൽ 2.5 കൊല്ലമാണ്. ജന്മശനി 2.5 കൊല്ലം, അഷ്ടമശനി 2.5 കൊല്ലം. ഇനി അഥവാ ജാതകത്തിൽ ശനി വരികയാണെങ്കിൽ 19 കൊല്ലം ആണ്. അപ്പോ ഈ ശനിയെല്ലാം ഏത് ശനിയാണെങ്കിലും ശനി എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് നമുക്ക് ഫലം തരുന്നത്. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഏഴരശനിയൊക്കെ വരുന്ന ജാതകത്തിൽ 1-2 പ്രാവശ്യം വരുള്ളൂ. ഈ കണ്ടകശനി ഇടക്കിടക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. അതാണ്. അപ്പൊ ജനിച്ച കുറിന്റെ 4, 7, 10 കണ്ടകസ്ഥാനവും ആ കണ്ടകസ്ഥാനത്ത് ശനി വരുമ്പോഴാണ് നമുക്ക് കണ്ടകശനി പിടിക്കുന്നത്. അപ്പൊ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇപ്പോ കണ്ടകശനിയാണ്. ഇപ്പോഴാണ് കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രം ഏതെന്നല്ലേ ഞാൻ ചോദിച്ചത്, അല്ല പറയുന്നു. അതിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, അര. അത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രങ്ങളുടെ 7ലാണ് ഇപ്പൊ ശനി. അതായത് കന്നിക്കൂറിൽ വരുന്ന കന്നിക്കൂറിന്റെ 7 എന്ന് പറഞ്ഞാൽ മീനൻ രാശി. അപ്പൊ മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. അതായത് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര. അതുകൂടാതെ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? മൂലം, പൂരാടം, ഉത്രാടം, കാലി. മൂലം, പൂരാടം, ഉത്രാടം, കാലാണ് ഈ ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരുടെ 4ലാണ് ശനി വരുന്നത്. കന്നിക്കൂറിന്റെ 7, ധനുക്കൂറിന്റെ 4. ഇനി 10ലേക്ക് വരും. അതേതാണ്? 10 വരുന്ന നക്ഷത്രങ്ങൾ 10, അതായത് മിഥുനക്കൂറിന്റെ 10ലാണ് ഇപ്പൊ ശനി. അതായത് മീനൻ രാശി. മിഥുനക്കൂറിന്റെ 10ാം രാശിയാണ് മീനൻ രാശി. അപ്പൊ മീനൻ രാശിയില് ശനി വരുന്നത് ഈ മിഥുനക്കൂറുകാരായ മകീരം, മര, തിരുവാതിര, പുണർദം, മുക്കാല് ഈ നക്ഷത്രങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനിയാണ്. ആർക്കൊക്കെയാണ് കണ്ടകശനി? ഈ മൂലം, പൂരാടം, ഉത്രാടം, കാല്. അതുകൂടാതെ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര. പിന്നെ അതുകൂടാതെ ഇപ്പൊ മിഥുനക്കൂറിലെ മകീരം, മര, തിരുവാതിര, പുണർദം, കാല്.
മിഥുനക്കൂറിൽ വരുന്ന മകീരം വര തിരുവാതിര പുണർദം മുക്കാല് പുണർദം കാലല്ല കേട്ടോ, മുക്കാലാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഞാൻ ഒന്നും കൂടി പറയാം. മകീരം വര തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രങ്ങൾക്കാണ് ഇപ്പൊ ഈ കണ്ടകശനിയുള്ളത്. ഞാൻ ഇത്രയും ഇത് ചിലര് ഇങ്ങനെ ആവർത്തിച്ച് എന്തിനാണ് പറയുന്നത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനത് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ വിവരിച്ച് വിസ്തരിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ചിലർക്കത് പല നല്ല കാര്യങ്ങളും നല്ല വിധത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ചിലർക്കത് വിരസതയായിട്ട് തോന്നാം. അപ്പോ കണ്ടകശനി എന്തൊക്കെയാണ് നമുക്ക് വരുത്തുന്നത് അത് നോക്കണമില്ല. അപ്പൊ ഈ മിഥുനക്കൂറുകാരുടെ 10ലും ധനുക്കൂറുകാരുടെ 4ലും അതുകൂടാതെ കന്നിക്കൂറുകാരുടെ 7ലും, അപ്പൊ 4, 7, 10 കണ്ടകമില്ലേ, കണ്ടകസ്ഥാനത്താണ് ഇപ്പൊ ശനി നിൽക്കുന്നത്. കണ്ടകശനിയിൽ നമുക്ക് പല വിധത്തിൽ ക്ലേശങ്ങൾ അനുഭവത്തിൽ വരും. പല വിധത്തിലുള്ള ക്ലേശങ്ങളായിരിക്കും നമുക്ക് അനുഭവത്തിൽ വരുന്നത്. മനക്ലേശം തരും കണ്ടകശനി. അതായത് സമാധാനമായിട്ടൊന്നും ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, മനക്ലേശങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ ശനി പിടിച്ചാൽ ഇങ്ങനെ ദേഷ്യം കുറച്ച് കൂടുതലുണ്ടാവും, ദേഷ്യ സ്വഭാവം കൂടും, വാശി കൂടും. അതുകൂടാതെ തന്നെ അലസത ഉണ്ടാവും. എന്ത് കാര്യം ചെയ്യാനും ഒരു മടി കാണിക്കും, അലസത കാണിക്കും. പിന്നെ വാക്ക് തർക്കങ്ങളിൽ ചെന്ന് ഇടപെടും. വാക്ക് തർക്കങ്ങളിൽ ഒരാവശ്യമില്ലെങ്കിലും ചില കാര്യങ്ങളിൽ ചെന്ന് ഇടപെട്ട് വാക്ക് തർക്കം, അതുവഴി ചില നിയമപ്രശ്നങ്ങൾ, കോടതി, പോലീസ് സ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് കയറാൻ ഇടവരും. പിന്നെ ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ചെയ്യുന്ന ജോലിയിൽ ചിലപ്പോ ആ ജോലി തന്നെ ഇല്ലാണ്ടായെന്നും വരാം. ചിലപ്പോൾ ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ മേലാധികാരികളുടെ വഴക്ക് കേൾക്കാൻ സാധിച്ചെന്ന് വരും. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനൊക്കെ അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്നതാണ്. കൂടാതെ പണനഷ്ടം ഉണ്ടാവും. എത്ര നമ്മൾ ശ്രദ്ധിച്ച് ധനം കൈകാര്യം ചെയ്താലും ഈ സമയത്ത് നമുക്ക് പണനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടും സാധ്യതയുണ്ട്. ചെയ്യുന്ന ജോലിയിൽ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തൊരവസ്ഥ വരും. വിദേശ യാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശയാത്ര പോകാൻ പറ്റും. സ്വദേശം വിട്ട് നിൽക്കേണ്ടി വരും ഇവരെ സംബന്ധിച്ച്. ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ഇടപെടാൻ സാധ്യതയുണ്ട്. ചില ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടും. പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ ചെന്ന് ചാടും. പ്രായമായ സ്ത്രീകളുമായി പരസ്ത്രീ ബന്ധത്തിൽ ഏർപ്പെടാൻ അവസരങ്ങൾ വരാം. ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ള പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാനും ഒരു മനുഷ്യന് വന്ന് ചേരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവനെ സംബന്ധിച്ച് അവന്റെ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശനി അധികം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കില്ല. എന്നാൽ ജാതകത്തിൽ ശനി ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വരും. അപ്പോ അങ്ങനെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഇട വന്നാൽ അതിന് പരിഹാരമുണ്ട്. പരിഹാരം എന്ന് പറഞ്ഞാൽ ശനീശ്വരനായിട്ട് പ്രധാനപ്പെട്ട പല ശനീശ്വരന്മാരുണ്ട്. എന്നാലും നമ്മൾ ശനീശ്വരനായിട്ട് കൂടുതൽ കാണുന്നത് ശാസ്താവിനെയും അയ്യപ്പനെയും. അയ്യപ്പന് പക്കപ്പിറന്നാളിന് ശനീശ്വര പൂജ ചെയ്യുന്നത് നല്ലതാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുകൂടാതെ നീരാഞ്ജനം ചെയ്യാം. പിന്നെ എള്ള് നിവേദ്യം വെക്കാം, എള്ള് പായസം കൊടുക്കാം, നീലപ്പെട്ടോ കറുത്തപ്പെട്ടോ നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കാം. ഇതുമല്ലെങ്കിൽ ശനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചില വഴിപാടിനെക്കാട്ടിയും കൂടുതൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ദാനധർമ്മങ്ങളാണ് ശനിക്ക്.
അത് ആർക്ക് ചെയ്യണം? ഈ വന്നവനും പോണവനും ധർമ്മം ചെയ്യാനല്ല. അതായത് വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ അംഗവൈകല്യമുള്ളവർക്കോ അല്ലെങ്കിൽ അംഗഹീനന്മാരായിട്ടുള്ള, അതായത് മുടന്തന്മാരായിട്ടുള്ള ആൾക്കാർക്കോ ഒക്കെ ദാനം നമ്മുടെ കൈകൊണ്ട് തന്നെ, ആ ശനി പിടിച്ച ആളുടെ കൈകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് നമ്മ 10 വഴിപാട് നടത്തുന്നതിന് തുല്യമായി മാറും. ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി കിട്ടുന്നതാണ് ഈ ദാനധർമ്മം. കാരണം ശനി ധർമ്മശാസ്താവാണ്, ധർമ്മ സംസ്ഥാപകാരകനാണ്. ധർമ്മം ജയിക്കണം. അപ്പൊ ശനി എന്തിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ നമ്മളെ പിടിക്കണ എന്തിനാണെന്നറിയാം? നമ്മളൊന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ നമ്മളെ ഇട്ട് വട്ടത്തിൽ കിടക്കാൻ വേണ്ടിയല്ല. നമ്മ മുൻജന്മത്ത് ചെയ്ത കർമ്മദോഷങ്ങൾ ഈ ജന്മത്ത് അനുഭവിച്ച് തീർന്നു പോവുകയാണ് നമ്മളിലൂടെ. അതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കണ്ടകശനിയിലൂടെ നമ്മുടെ ദോഷങ്ങളെല്ലാം തീർന്നു പോവുകയാണ്. അപ്പൊ നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ശനി ഇങ്ങനെ ഇടക്കിടക്ക് നമ്മളെ പിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മുൻജന്മത്തിൽ നമ്മൾ പുണ്യം ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ ശനി നമുക്ക് കാര്യമായിട്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. നമ്മൾ മുൻജന്മത്തിൽ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കണ്ട. അപ്പൊ ദാനധർമ്മങ്ങൾ ചെയ്താൽ ശനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് കൂടുതൽ ഫലപ്രാപ്തി കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന വിധത്തിലുള്ള പല ദോഷങ്ങളും നിങ്ങളിൽ നിന്നും അകന്നു പോകാനും ഈ വഴിപാടുകളും പ്രാർത്ഥനകളും ഏറ്റവും നല്ലതാണ്. അപ്പൊ ഈ വിഷയം ഞാൻ ഈ കണ്ടകശനി അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന വിഷയം ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയും നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.